വീണ്ടും സ്വാഗതം. മാതൃഭൂമി വേക്കപ്പ് കേരളയിലേക്ക് ആനവണ്ടി യാത്ര തുടരുന്നു. അതിഥികളുമായി ആർക്ക് വേണമെങ്കിലും മാതൃഭൂമിയുടെ ആനവണ്ടിയിൽ ഇന്ന് സൗജന്യ യാത്ര നടത്താം. പേരൂർക്കട മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള ആ ചുരുങ്ങിയ യാത്രയാണ് എങ്കിൽ പോലും അത് സൗജന്യമാണ്. പ്രിയ പ്രേക്ഷകർക്ക് അതിൽ കയറാവുന്നതാണ്. 9 മണി മുതൽ 2 മണി വരെ തികച്ചും സൗജന്യമായ യാത്രയായിരിക്കും. ശ്രീജ, ശ്യാമും ഹിമയും ചേരുന്നുണ്ട് അതിഥികളുമായി. ശ്രീജ, പറയൂ. പ്രവീണ ചേച്ചി വലിയ വിഷമിച്ചിരിക്കുകയായിരുന്നു. മോത്തി നമ്മുടെ വണ്ടിയിൽ എന്താ ആളുകൾ കയറാത്ത, നമ്മുടെ വണ്ടിയിൽ ആൾക്കാരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ നോക്കൂ, നമ്മുടെ വണ്ടിയിൽ നിറയെ. ഞാൻ രാവിലെ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലെ നമ്മുടെ സർക്കാരിന്റെ പുതിയ പദ്ധതിയായിട്ട് ഭാഗമാകാൻ പോവാണ്, ഞാനും മാതൃഭൂമി ഇത് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്ത് തിരക്കായിരിക്കും, നീ ഇതിനകത്തൊക്കെ തള്ളിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന എന്ത് പാടായിരിക്കും, പ്രയാസമായിരിക്കും എന്നൊക്കെ ചോദിച്ചു. വന്നപ്പോഴും ശരിക്കും തിരക്കേ ഇല്ല, ആരുമില്ല. എനിക്ക് ശരിക്കും ഒരു വിഷമം പോലെ തോന്നി. പിന്നെ ഈ ലേഡീസിനൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോന്ന് തോന്നുന്നു. ഏത് ബസ്സിൽ കയറണം, ഏതാണ് സിറ്റി ബസ്സാണോ പിന്നെ ഓർഡിനറി, എങ്ങനെയാണ് മനസ്സിലാക്കി ഏത് ബസ്സാണ് ഫ്രീ എന്നുള്ളത്? അതെന്തായിരിക്കും അത് ശരിയാണ്. തുടക്കത്തിൽ എന്തായാലും അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയാണ്, ഈ സിറ്റി ഓർഡിനറി, സിറ്റി ലിമിറ്റഡ് സ്റ്റോപ്പ്, അങ്ങനെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ യാത്രക്കാർക്ക് ഉണ്ടാവും. തിരിച്ചറിയാനുള്ള എളുപ്പ വഴി ഈ ബസ്സിന്റെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്ത് ചില്ലിൽ പ്രിയദർശിനി സൗജന്യ യാത്ര, പ്രിയദർശിനി സൗജന്യ യാത്ര എന്നുണ്ടാവും. ഓർഡിനറി എന്ന് മുന്നിലുണ്ടാവും. അതിനു പുറമെ ഈ സൈഡിൽ പ്രിയദർശിനി സൗജന്യ യാത്ര എന്നുണ്ടാവും. അങ്ങനെയുള്ള ബസ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. കണ്ടക്ടർ ടിക്കറ്റ് തരും, പക്ഷെ ആ ടിക്കറ്റിൽ നിരക്ക് 0 എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുക. അതല്ലാതെ നമ്മൾ ഒരുപാട് സിറ്റി ബസ്സുകൾ കാണും. ഇപ്പോൾ സിറ്റി ഫാസ്റ്റ്, സിറ്റി സർവീസുകളിൽ സൗജന്യം ഇല്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് എല്ലാ ബസ്സിന്റെയും ഫ്രണ്ടിൽ സിറ്റി ഫാസ്റ്റ് എന്ന് വലിയ സ്റ്റിക്കർ കാണാനുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം. ഒരു 1-2 ദിവസത്തെ കൺഫ്യൂഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ വൈഷ്ണവ്? ശരി, ശോഭ ചേട്ടാ ഒരു മിനിറ്റ്. അതെ, 3125 ബസ്സാണ് കേരളത്തിലുടനീളം ഈ ഓർഡിനറി സർവീസുകൾ. എത്രയാണ്? അതെ, 3125 ബസ്സുകളാണ് കേരളത്തിലുടനീളം. അതിൽ ഏറ്റവും കൂടുതൽ 350-ലേറെ ബസ് ഉള്ളത് തിരുവനന്തപുരത്താണ്. ഞങ്ങൾ പാലക്കാട്ടുകാർ ഇത്തിരി വിഷമത്തിലാ, ഞങ്ങൾക്ക് അധികം ബസ്സൊന്നും ഇല്ല. എന്നാലും പോട്ടെ, ഞങ്ങൾ ഇതിന്റെ കൂടെ വളരെ സന്തോഷത്തിൽ ചേരാണ്. ശോഭിച്ചേട്ടാ, ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ, സ്ത്രീകളുടെ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്നത് അത് ഒരു സൗജന്യം മാത്രമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുന്നുണ്ട്, ഈ വണ്ടിയിലുള്ള എത്രയോ സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇത് എങ്ങനെ സാധ്യമാകും. കാരണം KSRTCയിൽ ഇത്രയും എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഈ പറഞ്ഞ ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നുള്ള രീതിയിൽ തുടങ്ങി. ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ വേറെയും ബസ്സുകളിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നിയത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ, അതായത് ഇപ്പോൾ തൽക്കാലം ഓർഡിനറി ബസ്സുകളിൽ മാത്രം ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് KSRTCക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള പല പല മാർഗങ്ങളും സ്വീകരിക്കും. അതിലൂടെ എല്ലാ ബസ്സുകളിലേക്കും വരുമെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം സ്ത്രീകൾക്ക് അങ്ങനൊരു പരിഗണന കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ തന്നെ, കുടുംബത്തിനകത്തും മുഴുവനായിട്ടും ഒരു എന്താ പറയുക മിച്ച ബഡ്ജറ്റ് ഉണ്ടാവുകയും ചെയ്യും സത്യം പറഞ്ഞാൽ. കാരണം കുടുംബത്തിന്റെ ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകള് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പ്രവീണ പറഞ്ഞല്ലോ, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് സ്ത്രീകള് ദൂരെ നിന്നൊക്കെ ജോലിക്ക് വന്നിട്ട് ഡെയിലി വന്നു പോകുന്നത്. UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഔദ്യോഗിക തുടക്കമാണ് ഇന്ന്. നിർണായകമായ ഒരു മുന്നേറ്റം സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അല്പമെങ്കിൽ അല്പം, അത് എത്ര എന്നതല്ല, പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പല തുള്ളിയുടെ വല്ലപ്പോഴുമുള്ള ഒറ്റപ്പെട്ട പലതുള്ളി എന്നൊക്കെ ആക്ഷേപങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ ഒരു തുടക്കമാണ് ഈ തുടക്കം.